സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ താൽക്കാലിക അധ്യാപക നിയമനത്തിനുള്ള പ്രായപരിധി ഉയർത്തി. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ 56 വയസ്സ് വരെയുള്ളവർക്ക് നിയമനം നൽകാനാണ് പുതിയ തീരുമാനം. വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ എടുത്ത തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കാട്ടി അധ്യാപക സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. എന്തുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി തിടുക്കത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലോട്ട് പോയത് എന്നത് ഞങ്ങൾക്ക് വ്യക്തമല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗുണനിലവാരത്തെ ഇത് ബാധിക്കും. ക്വാളിഫൈഡ് ആയിട്ടുള്ള PSC റാങ്ക് ലിസ്റ്റിലുള്ളവരെ പോലും പരിഗണിക്കാൻ പറ്റാത്ത നിലപാട് പല സെക്ടറിലും ഉണ്ടാകും. ഇത് തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഗുണം ചെയ്യില്ല എന്നതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, എന്തിനാണ് ഇങ്ങനെ തിടുക്കത്തിൽ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? കൂടിയാലോചനകൾക്കൊക്കെ ശേഷമാണോ ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായത്? അമൃത, നേരത്തെ വരെ ഉണ്ടായിരുന്നത് സ്ഥിര നിയമനത്തിന്റെ പ്രായപരിധിക്ക് അനുസരിച്ച് താൽക്കാലിക നിയമനവും നൽകുക, അല്ലെങ്കിൽ അത് മാനദണ്ഡമാക്കി താൽക്കാലിക നിയമനം നൽകുക എന്ന രീതിയായിരുന്നു. അതുപ്രകാരം 43 വയസ്സ് വരെ പ്രായമുള്ളവരെയാണ് താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരായി നിയമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ ഒരു 6 അധ്യാപകർ 43 വയസ്സ് കഴിഞ്ഞതിന്റെ പേരിൽ തങ്ങൾക്ക് അധ്യാപക നിയമനം നിഷേധിക്കപ്പെട്ടു എന്ന് കാട്ടി 6 അധ്യാപകർ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും അതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് എന്താണ് ഈ കാര്യം എന്ന ഇത്തരത്തിൽ ആരായുകയും ചെയ്തിരുന്നു. അദ്ദേഹം വിഷയവിവരം സഹിതം ഈ വിഷയം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോവുക എന്ന നിർദ്ദേശമാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത്. അതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടിയന്തരമായി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നും വിശദമായ ചർച്ചകൾ വേണ്ടതുണ്ട് എന്നും കാട്ടി മറുപടി നൽകി. തുടർന്ന് നടത്തിയ പരിശോധനകൾക്ക് ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. ഉത്തരവ് പ്രകാരം ഇനി മുതൽ 56 വയസ്സ് വരെ പ്രായപരിധിയുള്ള അധ്യാപകർക്ക് നിയമനം നൽകാം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവിന്റെ പകർപ്പ് ഇതിനോടകം തന്നെ മനുഷ്യാവകാശ കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഈ തീരുമാനത്തിൽ വലിയ എതിർപ്പുമായി അധ്യാപക സംഘടന, എയ്ഡഡ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപക സംഘടനകൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് കൂടിയാലോചനകളോ ചർച്ചകളോ ഇല്ലാതെ അധ്യാപക സമൂഹത്തിന് ഒരു തരത്തിലും അറിയിക്കാതെയാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. ആ തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ എടുത്തിരിക്കുന്ന നിലപാട്. അതിനോടൊപ്പം തന്നെ ഇതിന് നിരവധി ദൂഷ്യഫലങ്ങൾ ഉണ്ട് എന്ന ഒരു ആരോപണം കൂടി ഈ അധ്യാപക സംഘടനകൾ മുന്നോട്ട് വെക്കുന്നു. അതിൽ ഒന്ന്, ഈ 56 വയസ്സ് വരെയുള്ള അധ്യാപകരെ ഇത്തരത്തിൽ നിയമിച്ചു കഴിഞ്ഞാൽ അത് പഠനത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുമെന്നും യുവാക്കളായിട്ടുള്ള പുതിയ തലമുറയിലുള്ളവരുടെ അവസരങ്ങൾ നഷ്ടമാക്കുമെന്നുമാണ് ഇതിൽ പറയുന്നത്. കൂടാതെ തന്നെ PSC റാങ്ക് ലിസ്റ്റിലുള്ള അധ്യാപക നിയമനത്തിനെ കാത്തിരിക്കുന്ന PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലേക്കുള്ള മാറ്റങ്ങളിലേക്കും ആലോചനകളിലേക്കും പോകേണ്ടതുള്ളൂ. അല്ലാതെ ഇത്തരത്തിൽ വേഗത്തിൽ ഒരു എടുത്തുചാടിയുള്ള തിടുക്കത്തിലുള്ള തീരുമാനം എടുത്തത് എന്തിനാണ്, ആ തീരുമാനത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് അറിയില്ല എന്നും ഇതിൽ അടിയന്തരമായി സർക്കാർ പുനരാലോചന നടത്തണമെന്നുമാണ് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഉടൻ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ്. അതിന് വേണ്ട നടപടികൾ ഉണ്ടായില്ലെങ്കിൽ നിയമപരമായി നീങ്ങുന്നതിനെ കുറിച്ചും സംഘടന ആലോചിക്കുന്നുണ്ട്.